ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മാ ലം യകുൻ യൗമഇദിൻ ദീന ലം യകുനിൽ യൗമ ദീന. അന്ന് ആ 300 കൊല്ലക്കാലത്തിൽ എന്തൊന്ന് ദീനല്ലാതിരുന്നോ അത് ഇന്ന് ഒരിക്കലും ദീനാവൂല. എങ്കിൽ ഈ പരിപാടി ആ 300 കൊല്ലം ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് അത് ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ്. തെളിവ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന സംഗതി അതാ. പിന്നെങ്ങനെ ഈ സംഗതി രംഗത്ത് വന്നു? അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില താരീഖി പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഏകദേശം ഹിജ്റ 600 അവസാനം, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് കഴിഞ്ഞിട്ട് 600 കൊല്ലം കഴിഞ്ഞിട്ട്, 6 നൂറ്റാണ്ടിന് ശേഷം, അല്ലെങ്കിൽ ഹിജ്റ 700 തുടക്കത്തിൽ, 6 നൂറ്റാണ്ട് കഴിഞ്ഞു 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതിന് തുടക്കം കുറിക്കുന്നത് മൂസിൽ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ച സാലിഹീങ്ങളായ, അഥവാ അന്നാ കാലത്ത് നല്ലവരായി പറയപ്പെട്ടിരുന്ന ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത് കണ്ടിട്ടാണ് ഇർബൽ ഭരിച്ച മുദഫർ രാജാവ് ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഞാനത് വായിക്കാം, കേട്ടോളി. قال الحافظ ابن كثير في البداية والنهاية. കാരണം ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്, ഇന്ന് നമ്മൾ ഷിയാക്കൾ എന്ന് വിളിക്കുന്നവരുടെ പാരമ്പര്യം ഏതാണെന്ന് മനസ്സിലാവും ഇത് കേട്ടാൽ. അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഫീ തർജിമതി അബി സഈദിൽ കസ്കബൂരി എന്ന് പറയുന്നവരുടെ താരീഖായിട്ട് പറയാൻ, വകാന യഅമലുൽ മൗലിദ, ഈ മുദഫർ രാജാവ് ഈ മൗലിദാഘോഷ പരിപാടി നടത്തുമായിരുന്നു. ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം വന്നാൽ, വയഹ്തഫിലു ബിഹി ഇഹ്തിഫാലൻ ഹായില, അതിവിപുലമായ ആഘോഷ പരിപാടികൾ അയാൾ സംഘടിപ്പിക്കുമായിരുന്നു. ഇലാ അൻ ഖാൽ, അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഖാലൽ ബിസ്തു, ബിസ്തു എന്ന് പറയുന്ന ഒരാൾ പറയാൻ, ചരിത്രകാരൻ, ഹക്കാ ബഅദു മൻ ഹദറ, ഹക്കാ ബഅദു മൻ ഹദറ സിമാത്തുൽ മുദഫർ, മുദഫർ രാജാവിന്റെ കാലത്ത് നടന്നിരുന്ന ഈ നബിദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകൾ പറയുന്നതായി ഞാൻ കേട്ടു എന്നയാൾ പറയാൻ, പങ്കെടുത്ത ആൾക്കാർ പറഞ്ഞ കഥ. ഫി ബഅദിൽ മവാലിദി, ചില മൗലിദ് പരിപാടികളിൽ, കാന യമുദ്ദു ഫീ ദാലിക സിമാത്, ആ പരിപാടികളിൽ മുദഫർ രാജാവ് സംഘടിപ്പിക്കുമായിരുന്നു 5000 റഅ്സിൻ മശ്വി. എന്താണ് 5000 മശ്വി എന്ന് എന്താ? ഷവായ അല്ല, ഷവായ ആട്ടിൻ്റെ തല, 5000 ആടിൻ്റെ തല ചുട്ടിട്ട് വെക്കും പെരുന്നാൾക്ക് തിന്നാൻ. ഇപ്പം അത്ര എന്തായാലും ഇല്ല. ഇപ്പോൾ ആകെ ഒരു പോത്തേണ്ട ഒരു പള്ളിയിൽ. തുടക്കക്കാരൻ ചെയ്തത് 5000 ആടിനെ അറുത്തത്. പിന്നെയോ 10,000 ദജാജ, കോഴി എത്ര? 10000 കോഴി. കൂടിപ്പോയാൽ മേൽപ്പുറം ജമാഅത്തിൽ എത്ര കോഴി ഉണ്ടാവും? റബീഉൽ അവ്വൽ 12-ന്. അപ്പോൾ കുറവന്നെ സത്യത്തിൽ. മുൻഗാമികളെ പോലെ ആവാൻ എന്തായാലും പറ്റുന്നില്ല. 10,000 കോഴി നറുത്തു വെക്കും. 100,000 സബദിയ്യ, അത് അവരുടെ എന്തൊരു പലഹാരമാണ്, 1,00,000. ആ പലഹാരം 1,00,000 ഉണ്ടാക്കി വെക്കും. 30 സഹ്നിൻ ഹൽവ, 30 തളിക ചെമ്പിന് ഹൽവ, മധുര പലഹാരവും ഉണ്ടാക്കി വെക്കും. ആകെ ഒരു കുടുക്കയിൽ പായസം നമ്മൾ ഇപ്പം വെക്കുന്നുള്ളൂ ആൾക്കാർ. അന്ന് 30 ചെമ്പിലാണ് പായസം വിളമ്പിയ തുടക്കക്കാർ, മുദഫർ രാജാവ്. അപ്പോൾ അതാണ് മാതൃക എന്ന് മനസ്സിലായില്ലേ? മുട്ടായി കൊടുക്കാനും പായസം കൊടുക്കാനും ചോറ് കൊടുക്കാനുള്ള മാതൃക ഈ 300 കൊല്ലത്തിലല്ല, മറിച്ച് 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്ത് മുദഫർ രാജാവ് ചെയ്തതാണ് ഈ കൊടുപ്പിനൊക്കെയുള്ള മാതൃക. മാത്രമല്ല, വയഅമലു ലിസ്സൂഫിയ്യതി സിമാഅൻ മിനൽ ദുഹ്രി ഇലൽ ഫജ്ർ, ഉച്ച മുതൽ പിറ്റന്ന് രാവിലെ ഫജ്ർ വരെ സൂഫികളിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സമയം മുദഫർ രാജാവ് കൊടുക്കുമായിരുന്നു. വയർഖുദു ബിനഫ്സിഹി മഅഹും, അവരോടൊപ്പം ഇരുന്ന് ആ സൂഫി സംഗീതത്തിൽ ചേർന്ന് അയാൾ ആ സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ പാട്ടെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായതാണ്. ഇപ്പം കണ്ടില്ലേ സൂഫിനെ കെട്ടും, ആ സൂഫിൻ്റെ ദഫ്ഫെല്ലാം മുട്ടി പാടുന്ന കേട്ടില്ലേ? എന്താ പാട്ട് മൂലമാറി, യാ റബ്ബേ, എന്താ അവരുടെ ട്യൂണ്. നമ്മളെ പിന്നണി ഗായകന്മാരൊക്കെ പാടൂലേ, ആ മോഡൽ കൈയെല്ലാം ആട്ടിയിട്ടാണ് ദഫ് മുട്ടിയിട്ട് പാടുന്നത്, തലക്കെട്ട് കെട്ടിയിട്ട് താടി വെച്ചിട്ട്. അത് ഇവരുടെ പിൻഗാമികളാണ്. വെറുതെ കൃത്യമായി മുദഫർ രാജാവ് അന്നുണ്ടാക്കിയ, ഷിയാക്കളായ ആ രാജകൂടം ഉണ്ടാക്കിയ ആ ഒരു രീതി ഇന്നും അതേപോലെ ഇത്തിബാ ചെയ്യുന്നു. മാത്രമല്ല
അയാൾ ഇബ്നു ഖൽഖാൻ അദ്ദേഹത്തിൻ്റെ വഫിയാത്തുൽ അയാൻ എന്ന് പറയുന്ന കിതാബിൽ പറയാൻ ഫഇദാ കാന അവ്വലു സഫരിൻ, സഫറു മാസത്തിൻ്റെ ആദ്യവാരമായി കഴിഞ്ഞാൽ സയ്യനു അവർ അലങ്കരിക്കാൻ തുടങ്ങും തിൽക്കൽ ഖുബാബി അവരുടെ നാട്ടിലുള്ള കുബ്ബകൾ. ഇപ്പം തുടങ്ങിയില്ലേ? ഇന്നത്തെ ആയി ഡേറ്റ് പണ്ടെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകുന്നില്ല. ഇപ്പം സെൽഫിയായതിനു ശേഷം ഡേറ്റ് വരെ ഓർമ്മയുണ്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലെ തുടങ്ങി. സഫർ തന്നെ എന്ത് ചെയ്യും? അന്ന് മുൻഗാമികൾ, ഇവരുടെ മുൻഗാമികൾ അലങ്കരിച്ചു തുടങ്ങും. ഇന്ന് അലങ്കരിക്കപ്പെട്ടു പള്ളികൾ. എങ്ങനെയാണോ നസാറാക്കൾ അലങ്കരിച്ചത് അതേപോലെ. ചെറിയ അലങ്കാരമൊന്നുമല്ല, അവർക്ക് കിട്ടുന്നതിൽ ഏറ്റവും ഫാഹിറ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതിനെന്താ നാടൻ ഭാഷയിൽ പറയാ? ഫാഹിറ. വലിയ 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 പണക്കാരുടെ അലങ്കാരം ഉണ്ടാവില്ലേ? അതല്ല, ഒരു ഒരു പ്രൗഢമായ പത്രാസുള്ള അലങ്കാരം, പ്രൗഢമായ അലങ്കാരം ആ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ ഭംഗിയാക്കി. എന്നിട്ടോ ഇനിയും കേട്ടോളൂ കേട്ടോ, ഇന്ന് മൗലന്മാരുടെ ഇത്തിബ ആരാ നോക്കിക്കോ. വഖഅദ ഫീ കുല്ലി ഖുബ്ബത്തിൻ, എന്നിട്ട് ഓരോ കുബ്ബയിലും ഇരുന്നു ജൗഖുൻ മിനൽ അഗാനി, ഗാനമേള സംഘം. ഇന്നെല്ലാം നടക്കുന്നുണ്ട് മൗലിദുമായി ബന്ധപ്പെട്ട്. ഇപ്പം അന്നില്ല, അന്ന് ഇത്രയും ഉണ്ടോ? ടെമ്പോയിൽ ഇങ്ങനെ പാട്ടെല്ലാം വെച്ച് പോകുന്നില്ല, മ്യൂസിക്കും പാട്ടും. അന്ന് ദഫും കോൽക്കളിയും കൂടി പോയാലും, പിന്നെ മദ്രസ പിള്ളേരുടെ പാടി ബിലാൽ എന്ന പൂങ്കയിലും പിന്നെ തകരാനും പറയാനും അതന്നെ പണ്ടുള്ളൂ, വേറൊന്നുമില്ല. ഇപ്പം അതല്ല, മാറി. മാതൃകക്ഷിയാക്കളാണ്. ഓരോ കുബ്ബയിലും അവർ ഗായക സംഘങ്ങളെ ഇരുത്തും. ചില കുബ്ബകളിൽ മിൻ അർബാബിൽ ഖിയാൽ, നാട്ടിലെ പ്രമാണിമാരായ ആളുകൾ വന്നിരിക്കും പരിപാടി കാണാൻ. ഒമിൻ അസ്ഹാബിൽ മലാഹി, നാടകം. പിന്നെ ഏതാണ്ടവാ ഭീമാപ്പള്ളിയിൽ സിനിമാ ഗാനമേള വരെയുണ്ട്. ഭീമാപ്പള്ളിയിൽ ഉറൂസിന് സിനിമാറ്റിക് ഡാൻസ്. പിന്നെ എല്ലാം മറന്നുപോയി ഇപ്പം. ഏതാണ് സ്കൂട്ടർ ഓടിക്കുന്നത്? മരണക്കുഴി, ആകാശത്തൊട്ടിൽ, തോണിത്തൊട്ടിൽ. ഇതാണ് മലാഹി. എല്ലാം ഉണ്ട് നബിയുടെ ആഘോഷപരവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ അന്ന് അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ചുരുക്കി പറഞ്ഞാൽ ആ കാലയളവിലുള്ള സാധാരണക്കാരുടെ ജീവിത വ്യവഹാരത്തെ അവർ ബാത്തിലാക്കി കളയും. എന്താ കാര്യം? നാട്ടുകാരുടെ ജോലി ഈ ചിത്രം കാണാൻ പോക്ക്, ഈ ലൈറ്റ് കാണാൻ പോക്ക്, അതുപോലെ ഈ ചന്തയിലേക്ക് പോക്ക്, പിന്നെന്താ ഈ കളിസ്ഥലത്തേക്ക് പോക്ക്, ഇവരുടെ ഈ അലങ്കാരം കാണൽ, അതിനിങ്ങനെ കറങ്ങി നാട്ടുകാർ അവരുടെ ജോലി പോലും ഒഴിവാക്കി അതിൻ്റെ പേരിൽ തന്നെ. ഞാൻ കർണാടകത്തേക്ക് പോയി, പിന്നെ രാത്രി പോയപ്പം 2-3 മണി രാത്രി പിള്ളേർ മുളക് കുഴിച്ചിടുക. മുസ്ലിം പിള്ളേർ മുളക് കുഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ് ജോലി. നാളെ രാവിലെ ഉറങ്ങും, കോളേജിൽ പോകില്ല. മാഷോയ്ക്ക് എന്താ കോളേജിൽ നമ്മുടെ നബിദിനം വരുന്നുണ്ട്, ഇന്നലെ മുളക് കുഴിച്ചിടാൻ പോയി. മാഷ ഒന്നും കൊണ്ടില്ല, കാരണം ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടല്ല അവർ മനസ്സിലാക്കുന്നത്. അന്നത്തെ അതേ സംഗതി. എന്നിട്ടോ ഫഇദാ കാന ഖബ്ലൽ മൗലിദി ബിയൗമൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് പറയുന്ന ഉറപ്പില്ലാട്ടോ 12ന്റെ 2 ദിവസം മുമ്പ് അഖ്റജ മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി ഷൈഅൻ കസീറൻ സായിദൻ അനിൽ വസ്ഫ്, ആടുകളെ, ഒട്ടകങ്ങളെ, പശുക്കളെയൊക്കെ ഇവർ അലങ്കരിച്ച് കൊണ്ടുവരും. ഹത്താ യഅതിയ ബിഹാ ഇലൽ മൈദാൻ, അങ്ങനെ വലിയ മൈതാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തും. 2 ദിവസം മുമ്പേ കൊണ്ടുവരും. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? വളരെ മുമ്പിലെ തെങ്ങിന് കെട്ടിവെക്കും, ആൾക്കാർ പോയി നോക്കൽ, അതിന് ഭക്ഷണം ഇട്ട് കൊടുക്കൽ. അതേപോലെ ഈ കെട്ടിയിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നാൽക്കാലികൾ, അതിന് ചുറ്റും തബല, അതേപോലെ തന്നെ പാട്ടുകാർ, അതേപോലെ സർക്കസുകാർ, ഇവരൊക്കെ ആ മൈതാനത്തിലാണ് ദിവസം പൊട്ടിപ്പൊടിക്കും. കാരണം അവിടെ കെട്ടിയിരിക്കുന്ന സാധനങ്ങൾ ബർക്കത്താക്കപ്പെട്ടതാണ്. 2 ദിവസം കഴിഞ്ഞ് ഇറക്കാനുള്ളതല്ലേ, അതിനടുത്തേക്ക് ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോൾ ഈ കച്ചവടക്കാരുടെ കച്ചവടവും അവിടെ നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി മുദഫർ രാജാവ് അന്ന് ഇർബലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൂർധന്യതയിലേക്ക് എത്താനാണ് പുരോഹിതന്മാരുടെ ഇന്നത്തെ ശ്രമം. എന്ന് മാത്രമല്ല ഫഇദാ കാനത്ത് ലൈലത്തുൽ മൗലിദി, അങ്ങനെ അന്നത്തെ രാത്രിയായാൽ, റബീഉൽ 12ന്റെ രാത്രിയായാൽ, അമല സമ്മാഅതി ബഅദ അൻ യുസല്ലിയൽ മഗ്രിബ ഫിൽ ഖൽഅ, അവരുടെ ആ കോട്ടയിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പാട്ടുകാരുടെ പാട്ടും മറ്റു പരിപാടികളും ഒക്കെ തുടങ്ങും. ഫഹാദാ മബ്ദഉ ഹുദൂസിൽ ഇഹ്തിഫാൽ, ഇതായിരുന്നു നബിദിനാഘോഷ പരിപാടിയുടെ ചരിത്രപരമായ തുടക്കം. ഉത്തമമായ 3 നൂറ്റാണ്ടിലില്ല, മറിച്ച് 6 നൂറ്റാണ്ടിന് ശേഷം.